ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇപ്പോൾ കേരളത്തിലൊരു ഛത്തീസ്ഗഡ് സ്വദേശിയെ ആക്രമിച്ച് കൊന്നു, ബംഗ്ലാദേശിയാണെന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ മധു എന്ന ഒരു ആദിവാസി സഹോദരനും നേരത്തെ കൊന്നു. പക്ഷെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയം പറഞ്ഞ് കൊല്ലാനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ അവൻ്റെ അച്ഛനമ്മ, അവൻ്റെ ഭാര്യ, മക്കൾ, അത് എങ്ങനെ ജീവിച്ചു എന്ന്, അവൻ പട്ടിണി കിടക്കുന്നുണ്ടോ, അവന് ചികിത്സിക്കാൻ പൈസ ഉണ്ടോ, അതുപോലെ തന്നെ അവൻ്റെ പിള്ളേർ പഠിക്കുന്നുണ്ടോ, അവന് തൊഴിലുണ്ടോ, അവൻ്റെ ഭാര്യയ്ക്ക് തൊഴിലുണ്ടോ, അവർ ജീവിക്കുന്നുണ്ടോ, ഇങ്ങനെ ഇതൊന്നും നോക്കാനോ അതിന് ശ്രദ്ധ കൊടുക്കാനോ ആരുമില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആളുകളെ കൊല്ലാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇതൊക്കെ ശക്തമായി എതിർക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഞാൻ പല സ്ഥലങ്ങൾ സഞ്ചരിച്ചു. വളയഞ്ചിറങ്ങര ആ കനാലിൻ്റെ അതിൽ പോകുമ്പോൾ ഇതുപോലെ ആൾക്കൂട്ട ചോദ്യം ചെയ്യലാണ്. അതുപോലെ തന്നെ മലയാറ്റൂർ പള്ളിയുടെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു ആലൊക്കെ നിൽക്കണതിൻ്റെ ആ ജംഗ്ഷൻ്റെ ഒക്കെ അവിടെ ഇതുപോലെയാണ്, ആൾക്കൂട്ട ചോദ്യങ്ങളാണ് ഒരു ലേശം നേരം നിന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നെടുങ്ങപ്പുറന്ന് ഉള്ളിലേക്ക് ഒരു കനാലിൻ്റെ അതിൽ പോകുമ്പോഴൊക്കെ പല സ്ഥലത്തോടും സഞ്ചരിക്കുമ്പോൾ ഇച്ചിരി നേരം വണ്ടി നിർത്തുമോ അല്ലെങ്കിൽ ഇച്ചിരി നേരം അവിടെ നിൽക്കുകയോ ചെയ്യുന്ന കുറച്ച് ആളുകൾ വരുവാണ്. എവിടെ നിന്ന് വന്നേ, എന്തിനാ ഇവിടെ നിൽക്കണേ, എപ്പോഴാണ് പോണേ എന്നൊക്കെ ചോദിച്ചോളൂ. എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കണേ. ഇവന്മാരാരാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ? ഏതൊരു മനുഷ്യനും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സഞ്ചരിക്കാനും അവിടെ നിൽക്കാനും അവിടെ ഇതിനൊക്കെ ഉള്ള അധികാരമുണ്ട്. അതിന് ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ചുമ്മാ കുറച്ച് ആളുകളോട് പൊങ്ങിത്തരം കാണിക്കുവാണ്. ഞാനാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതും ഇന്ത്യനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ചിന്ത. അതൊരു തെറ്റായ സമീപനമാണ്. അത് തിരുത്തേണ്ടിയിരിക്കുന്നു.